ബാലയ്ക്കെതിരെ വാർത്തകളുമായി അമൃത വന്ന നേരം മുതൽ തന്നെ അമൃതയ്ക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനിങ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. ബാല എന്ന അച്ഛനെ മനഃപൂർവ്വമായി ഉപദ്രവിക്കുകയാണെന്നും ഇതൊക്കെ ഉണ്ടാക്കി പറയുന്ന കഥകളാണെന്നുമാണ് ഇപ്പോൾ ഭൂരിഭാഗം പ്രേക്ഷകരും വിശദീകരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ സത്യം തിരിച്ചറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാലയുടെ വർഷങ്ങളായുള്ള സന്തത സഹചാരി, അദ്ദേഹത്തിൻ്റെ എല്ലാം പ്രിയപ്പെട്ട വിശ്വസ്തനായിരുന്ന ഡ്രൈവർ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത്. എനിക്ക് ബാലചേട്ടനെയും അമൃത ചേച്ചിയെയും വർഷങ്ങളായി അറിയാം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ആ കുടുംബത്തിനെ നിങ്ങൾ വെറുതെ വിടണം. ബാല പറയുന്നത് വിശ്വസിക്കരുത്. അമൃത ചേച്ചി അടികൊള്ളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ചെറുതിലെ തന്നെ ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അവർ പിരിയുന്നതുവരെയും അവർക്കൊപ്പം ഞാനുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനന്ന് വളരെ ചെറുതായിരുന്നു. അദ്ദേഹത്തിനോട് എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു അന്ന കാലത്ത്. പക്ഷേ എനിക്കിപ്പോൾ അതില്ല. അതുകൊണ്ട് എനിക്കിത് തീർത്തും പറയാൻ സാധിക്കുന്നുണ്ട്. ആ ബഹുമാനമൊക്കെ പോയി. അന്ന് ചേച്ചിയെ അടിക്കുന്നതും ആളുകളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ടാക്കുന്നതുമൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടുമുണ്ടെന്ന് ഇദ്ദേഹം തുറന്നു പറയുന്നു. ഇവർ വേർപിരിഞ്ഞ ശേഷം ഞാൻ അമൃത ചേച്ചിക്കൊപ്പം പോകാൻ കാരണങ്ങളുണ്ട്. ചേച്ചിയെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തത്, എന്നെയും ടോർച്ചർ ചെയ്തത് എല്ലാത്തിനും കാരണമാണ്. അന്ന് എനിക്ക് 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ബാല അടിച്ചിട്ട് എൻ്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുതായിരുന്നത് കൊണ്ട് പ്രതികരിക്കാനും പറ്റിയില്ല. മാത്രമല്ല അയാളോട് എനിക്കൊരു ബഹുമാനമുണ്ടായിരുന്നു. ചേച്ചിക്ക് ഞാനൊരാങ്ങളെപ്പോലെയായിരുന്നു. ചേച്ചിയുടെ അമ്മ മകനെ പോലെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. പാപ്പുവിൻ്റെ വീഡിയോ കണ്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എത്രയൊക്കെ അമൃത ചേച്ചി സത്യം പറയാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് വിശ്വസിക്കാനാകില്ല. കാരണം അത്രമാത്രം അഭിനയിച്ചാണ് ബാല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ബാലയെ അറിയാതെ വിശ്വസിച്ചു പോകും. അതാണ് ഒരു പ്രധാനപ്പെട്ട തെറ്റ്. നിങ്ങളത് വിശ്വസിക്കരുത്. ബാലയുടെ കയ്യിൽ മുഴുവൻ കള്ളത്തരങ്ങളാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരോട് എനിക്ക് പറയാനുള്ളതും ഇക്കാര്യമാണെന്ന് ഡ്രൈവർ പറയുന്നു. ഡ്രൈവറിന് പറയാനുള്ള വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ് തോന്നിയത്. ഭൂരിഭാഗം സമയവും എല്ലാ വെളിപ്പെടുത്തലുമായി എത്താറുണ്ടായിരുന്ന ബാല ഇപ്പോൾ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെയും തന്നെ സംബന്ധിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ബാല ഇതിന് മറുപടി നൽകണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. പാപ്പുവിനെ കൊണ്ട് ചേച്ചി പറയിപ്പിച്ചതാണെന്നൊക്കെ കമൻറ്റുകൾ കണ്ടു. എന്നാൽ ഒരിക്കലും അമൃത ചേച്ചിയോ മറ്റു കുടുംബാംഗങ്ങളോ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ വീഡിയോയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ പോലും അവർക്ക് താല്പര്യമില്ല. ഇത്രയും നാളും ഞാൻ ഇതെല്ലാം മിണ്ടാതിരുന്നത് അവർക്ക് വേണ്ടിയാണ്. പാപ്പുവും ചേച്ചിയും വീഡിയോയിൽ പറഞ്ഞതെല്ലാം വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇനി ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചുമടങ്ങിയ ഒരു ചെറിയ കുടുംബമാണത്. അവർ ആ രീതിയിൽ ജീവിച്ചു പൊക്കോട്ടെ. ബാലയുടെ കൂടെ നടക്കുന്ന ചില മീഡിയക്കാർ ചേച്ചിയും കുടുംബത്തെയും വലിച്ചു കീറുന്നു. ഇതിനെയും അതിനെ തുടർന്നാൽ ആ വീഡിയോ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കില്ല. പലതും എനിക്ക് തുറന്നു പറയേണ്ടി വരും. ബാലയുടെ കരിയർ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകേണ്ടി വരും. ബാലയ്ക്കെതിരെ കേസെടുക്കുന്ന വകുപ്പുകൾ പോലും എൻ്റെ കയ്യിൽ വളരെ ഭദ്രമായുണ്ട്. എന്നെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുണ്ട്. ഞാൻ കേസ് കൊടുക്കുമെന്ന് തന്നെ ഇപ്പോൾ ഈ ഡ്രൈവർ പറയുന്നു. ആ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.